നിങ്ങൾ മെയിൽ ത്രൂ ആണോ കയറിയത് അല്ലെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണോ വാട്സപ്പിലെ മെയിൽ ക്ലിക്ക് ചെയ്താണോ മെയിൽ പറ്റുന്നത്? ത്രൂ ആണ് ഞാൻ കയറിയത്. LMS വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ 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 ഓക്കെ. ഷൈല എത്തിയില്ലേ? കയറിയില്ലേ? വേറെ ആദിത്യ കയറി. യെസ്, കയറിയിട്ടുണ്ട് സാർ. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ എന്തായാലും നമ്മള് സെർച്ച് ആഡൊക്കെ ആളുകൾ റൺ ചെയ്യാൻ തുടങ്ങി, ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് യെസ്, ബാക്കി നമ്മൾ ഡെമോ ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യും. എന്തായാലും നമുക്ക് അസൈൻമെന്റ് ട്രാക്കറിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആൻഡ് നിങ്ങൾ ആഫ്റ്റർ ഓൾ ആഡ് റൺ ചെയ്യേണ്ടി വരും. ആൻഡ് അതിന്റെ റിസൾട്ട് ഒക്കെ നമ്മൾ റിപ്പോർട്ടായിട്ട് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ലൂക്കർ സ്റ്റുഡിയോയിലൊക്കെ പോകേണ്ടതുണ്ട്. സോ യെസ്, ക്യാമ്പയിൻസ് ഒക്കെ എല്ലാവരും പെട്ടെന്ന് തന്നെ സെർച്ച് ആഡും ഡിസ്പ്ലേ ആഡും ഒക്കെ ക്രിയേറ്റ് ചെയ്ത നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മളെ വീഡിയോ ആഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആൻഡ് ഫൈനലി ആഫ്റ്റർ നമ്മളൊരു വീഡിയോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്യാമ്പയിൻസ്, അതിൽ വീഡിയോ ആഡ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരുന്നുണ്ടാവും. സോ യെസ്, വി ആർ ഗോയിങ് ടു വീഡിയോ ക്യാമ്പയിൻ, വീഡിയോ ആഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം ആൻഡ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമുക്ക് എന്തായാലും റൈറ്റ് ആയിട്ട് പോവാം. സോ യെസ്, വീഡിയോ ക്യാമ്പയിൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ക്യാമ്പയിൻ ടൈപ്സ് ആണ് ഈ വീഡിയോ ക്യാമ്പയിൻസും ഡിസ്പ്ലേ ക്യാമ്പയിൻസും. സോ കൂടുതൽ ആളുകൾ നമ്മൾ ആഡ് കാണുന്ന സമയത്ത് നമുക്ക് ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കുറച്ചുകൂടി ആളുകളിലേക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വീഡിയോ ആഡ്സ്. സോ നമ്മൾ ആ യൂട്യൂബിൽ വരുന്ന ആഡ് ആണ് ഈ വീഡിയോ ആഡ്സ് എന്നുള്ളത്. ആൻഡ് യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ആഡ്സ് പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡുകൾ ഉണ്ടാവും, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡുകൾ ഉണ്ടാവും. ആൻഡ് ഫൈനലി ബമ്പർ ആഡ്സ്, ഇടയ്ക്ക് കയറി വരുന്ന ആഡുകൾ ഉണ്ടാവും. ആൻഡ് അതേപോലുള്ള വേറൊരു ആഡിന്റെ ടൈപ്പും കൂടി ഉണ്ട്, ഇൻഫീഡ് ആഡ്സ് എന്നുള്ളത്. സോ ഇൻഫീഡ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും, അതിന് ടോപ്പിൽ തന്നെ നമ്മൾ ആ ഒരു ഫീഡിൽ തന്നെ ചില ടൈപ്പ് ഓഫ് ആഡുകൾ ഉണ്ടാവും. അതായത് ഒരു വീഡിയോന്റെ അകത്ത് അല്ലാണ്ട് നമ്മളെ ടോപ്പിലൊക്കെ ആയിട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മളെ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിന്റെ ആഡുകൾ വരുന്നുണ്ടാവും. സോ നമ്മൾ കാണുന്ന വീഡിയോയിലല്ലാണ്ട് ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബിന്റെ ഫീഡിൽ തന്നെ നമുക്ക് ആഡ്സ് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇൻഫീഡ് ആഡ്സും ഉണ്ട്. അതുപോലെ നമ്മളെ ഷോർട്സിന്റെ അകത്തും നമുക്ക് ആഡുകൾ റൺ ചെയ്യാൻ പറ്റും. സോ ഈ ആഡുകളൊക്കെ നമ്മൾ ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് റൺ ചെയ്യുന്നുണ്ടാവുക. എപ്പോഴും നമുക്ക് സ്കിപ്പബിൾ ആഡ് റൺ ചെയ്യേണ്ടി വരില്ല, എപ്പോഴും നമുക്ക് ഇൻഫീഡ് ആഡ് റൺ ചെയ്യേണ്ടി വരില്ല, എപ്പോഴും നമുക്ക് നോൺ സ്കിപ്പബിൾ ആഡ് റൺ ചെയ്യേണ്ടി വരില്ല. ആൻഡ് നോൺ സ്കിപ്പബിൾ ആഡ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മളെ ആൾക്കാരിൽ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി അവയർനെസ് റീച്ചും ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോൺ സ്കിപ്പബിൾ ആഡിനെക്കാട്ടും കൂടുതൽ സ്കിപ്പബിൾ ആഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഡിഫറെന്റ് പർപ്പസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീഡിയോ ആഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഫീഡ് ആഡ്സിന്റെ ഡൗട്ട്, അല്ലെങ്കിൽ ഇൻഫീഡ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ ഒരു ഫീഡിന്റെ അകത്ത് യൂട്യൂബ് ഫീഡിൽ വരുന്ന ആഡാണ്. ആൻഡ് സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡ്. നോൺ സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡ്. ആൻഡ് ഫൈനലി ബമ്പർ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരുന്ന ആഡുകളുണ്ട്. സോ അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് യൂട്യൂബ് ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, യൂട്യൂബ് ആഡ് റൺ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയർനെസ് കുറച്ചുകൂടി ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ആഡ്സും ഡിസ്പ്ലേ ആഡും യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ലീഡ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി. നമുക്ക് ഇന്ന് ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ യൂട്യൂബ് ആഡ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് അതിനു മുന്നേ നമ്മൾ യൂട്യൂബ് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഡ് അക്കൗണ്ടിൽ യൂട്യൂബ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ആഡ് നമുക്ക് ഒരിക്കലും പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോ എടുത്തല്ല ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഈ യൂട്യൂബ് ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ
ഏത് ആഡാണോ പബ്ലിഷ് ചെയ്യുന്നത് ആ ആഡിനെ നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂട്യൂബ് ചാനലിൽ അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമുക്കത് പബ്ലിക് ആയിട്ട് പബ്ലിഷ് ചെയ്യണ്ട. നമ്മൾ യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം 2-3 ഓപ്ഷൻസ് വരുന്നുണ്ടാവും. പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. നിങ്ങൾ എല്ലാരെയും കാണിക്കേണ്ട, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെയിൽ ഐഡികൾ മാത്രം നമ്മളെ വീഡിയോ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഫൈനലി നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. അൺലിസ്റ്റഡ് ആയിട്ട് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും വന്ന് കയറി നോക്കുന്ന സമയത്ത് കാണാൻ പറ്റൂല. അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് നമ്മൾ ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നോ ആ ലിങ്ക് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാൻ പറ്റും. പക്ഷെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ കാണാൻ പറ്റില്ല. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തത് പബ്ലിക്. നിങ്ങൾക്ക് അറിയാം, സാധാരണ ആളുകൾ യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് പബ്ലിക് ആയിട്ടാണ്. പബ്ലിക് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് URL ഷെയർ ചെയ്താലും കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ പബ്ലിക്കിലേക്ക് കുറച്ചുകൂടിയും എത്തുന്നുണ്ടാവും. യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണാനും പറ്റും. നമ്മുടെ വീഡിയോ ഒരിക്കലും നമ്മൾ പബ്ലിക് ആയിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. നമ്മൾ ആഡ് റൺ ചെയ്യേണ്ട വീഡിയോ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി വെറുതെ ക്രിയേറ്റ് ചെയ്യുക. അത് പുറത്താരും കാണണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യുക. അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പബ്ലിഷ് ചെയ്ത വീഡിയോന്റെ URL ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ആ പബ്ലിഷ് ചെയ്ത വീഡിയോന്റെ ആ ഒരു ലിങ്ക് ആയിരിക്കും നമ്മൾ ആഡ് റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. സോ ആ ആഡ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിപ്പബിൾ അല്ലെങ്കിൽ നോട്ട് സ്കിപ്പബിൾ അല്ലെങ്കിൽ ഇൻഫീഡ് ആഡ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവുക. സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ആഡ് അക്കൗണ്ട് വേണം ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഒരു യൂട്യൂബ് അക്കൗണ്ടും വേണം. യൂട്യൂബ് അക്കൗണ്ടിന്റെ അകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ആഡ് റൺ ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും നമ്മളൊരു ലോങ് വീഡിയോസ് ഒന്നും നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ വീഡിയോസ് ഒന്നും നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 20 to 30 സെക്കൻഡ് ഒക്കെ ഉള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ആഡ് റൺ ചെയ്യുന്ന വീഡിയോയില് ആദ്യത്തെ 5 സെക്കൻഡിന്റെ അകത്ത് ഹുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ മറ്റേലും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കണം, ഈ ഹുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ആളുകളെ നമുക്ക് ആ യൂട്യൂബ് ആഡിൽ പിടിച്ചെടുത്താൻ പറ്റുള്ളൂ. അപ്പം സ്കിപ്പബിൾ ആഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകും ആളുകൾ. അല്ലാണ്ട് എന്ത് ചെയ്യണം, പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് 5 സെക്കൻഡിൽ നല്ലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഹുക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ ഈ കാര്യങ്ങൾ മാക്സിമം ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്യുന്ന വീഡിയോന്റെ 5 സെക്കൻഡിൽ അല്ലെങ്കിൽ ആദ്യത്തെ 5 സെക്കൻഡിൽ ഹുക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ URL കൊണ്ടുപോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആഡ് ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് കാണിക്കുന്നുണ്ടാവുക. സോ ഇത് മാക്സിമം ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതാണ്. ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ ഈ ക്യാമ്പയിൻ ക്രിയേഷനിലേക്ക് പോയാൽ മതി. സോ നമ്മൾ ക്യാമ്പയിൻ ക്രിയേഷൻ തുടങ്ങുകയാണ്. അപ്പൊ ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ അവയർനെസ് കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി റീച്ചിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് ആണ്. അപ്പൊ നമുക്ക് യൂട്യൂബ് വീഡിയോ ആഡ് വെച്ച് നല്ല റീച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ബ്രാൻഡിനെ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്കറിയാം, അവയർനെസ് ആൻഡ് കൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് തന്നെ നമ്മളെ ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂട്ടാനും അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡ് ആരും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് കുറച്ചുകൂടി നമ്മുടെ ബ്രാൻഡിനെ പറ്റി അറിയിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവയർനെസ് ആൻഡ് കൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. സോ നമ്മള് സെയിൽസിലും ഇത് ചെയ്തൂടെ? ഓക്കെ ഓക്കെ, ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് റീച്ച് ആണ്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസിന്റെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് റീച്ച് എന്നുള്ളത്. അതായത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇനി നമ്മളെ വീഡിയോ വ്യൂസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വ്യൂസ് പെർ വ്യൂസിന്
പേയ്മെന്റ് പോകുന്ന രീതിയിൽ നമുക്ക് വീഡിയോ വ്യൂസ് കൊടുക്കാം. നമ്മളെ ഇന്റൻഷൻ എന്താന്നുള്ളതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഗോൾ, എന്താണ് ഗോൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനും എൻഗേജ്മെന്റും കമന്റും ലൈക്കും ഒക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിനോട് നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ നമ്മുടെ ഗോൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ വേണ്ടത് റീച്ച് ആണ് നമുക്ക് വേണ്ടത്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ കുറച്ചുകൂടി ആളുകളെ മാക്സിമം ആളുകളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് കൂടുതൽ ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്കറിയാം അവയർനെസ് ആൻഡ് കൺസെൻട്രേഷൻ എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും വീഡിയോ ആഡും ഡിസ്പ്ലേ ആഡും. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ആഡ് ആണ്. നമ്മൾ യൂട്യൂബിൽ ആഡ് റൺ ചെയ്യാൻ പോവാണ്. അവിടെ വീണ്ടും കുറച്ച് ഓപ്ഷൻസ് വരും. ഞാൻ ഈ കേസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ കേസിൽ എല്ലാത്തിലും നമുക്ക് എല്ലാ ആഡുകളും റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ എഫിഷ്യന്റ് റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിൻ സബ് ടൈപ്പ് അവിടെ വന്നു. അതായത് നമ്മളെ വീഡിയോ ടൈപ്പിന്റെ വീഡിയോ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ടൈപ്പിന്റെ അണ്ടറിൽ ഒരു സബ് ടൈപ്പ് വരികയാണ് എഫിഷ്യന്റ് റീച്ച് എന്ന് പറഞ്ഞിട്ട്. അതായത് ഗെറ്റ് ദ മോസ്റ്റ് റീച്ച് ഫോർ യുവർ ബഡ്ജറ്റ്. കൂടുതൽ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നത്, അതായത് ബമ്പർ ആഡ്സ്, സ്കിപ്പബിൾ ആഡ്സ്, ഇൻഫീഡ് ആഡ്സ് ആൻഡ് ഷോർട്സിൽ വരുന്ന ആഡുകൾ. ഈ എഫിഷ്യന്റ് റീച്ച് ആണ് നമ്മളുടെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ച ബഡ്ജറ്റിന് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ആഡുകളൊക്കെ ആയിരിക്കും. ഇതിനകത്ത് നോൺ സ്കിപ്പബിൾ ആഡ് ഇല്ല നോൺ സ്കിപ്പബിൾ ആഡ് ഇല്ല. ആ നോൺ സ്കിപ്പബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു സബ് ടൈപ്പ് ഉണ്ട്. അവിടെ നോൺ സ്കിപ്പബിൾ റീച്ചിന്റെ അകത്ത് നമുക്ക് നോൺ സ്കിപ്പബിൾ ആഡ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അടുത്തതായിട്ട് റീച്ച് ദ സെയിം പീപ്പിൾ മൾട്ടിപ്പിൾ ടൈംസ് യൂസിങ്. അതായത് നമുക്ക് ഓരോരോ ആൾക്കാരെ കാണുന്നതിന് പകരം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ കാണുന്നതിന് പകരം കുറച്ചുകൂടി നമുക്ക് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം പീപ്പിൾസിനെ തന്നെ, അതായത് ഓൾറെഡി ആഡ് കണ്ട ആളുകളെ തന്നെ വീണ്ടും 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 ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാർഗറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള സബ് ടൈപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ സി മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 എക്സ്ട്രാ ഓപ്ഷൻസ് കൂടി ഉണ്ട്. പുതിയതായിട്ട് മോർ ഓപ്ഷൻ 2 ഓപ്ഷൻ കൂടി കാണാം. അതായത് നമുക്ക് ആഡ് സീക്വൻസ്, അതായത് നമ്മുടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യൂവേഴ്സിനും സ്കിപ്പബിൾ ആഡ് കാണിച്ചു കൊടുക്കുക. സെയിം വ്യൂവേഴ്സിന് തന്നെ സ്കിപ്പബിൾ ആഡ് കാണിച്ചു കൊടുക്കുക, നോൺ സ്കിപ്പബിൾ ആഡ് കാണിച്ചു കൊടുക്കുക, പിന്നെ അവർക്ക് ബമ്പർ ആഡ്സ് കാണിച്ചു കൊടുക്കുക. സോ അങ്ങനെ മാറ്റി മാറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സ് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കൊരു സിംഗിൾ ആഡ് അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകൾ മാറി മാറി ഒരേ യൂസറിനെ തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ആഡ് സീക്വൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓഡിയോ റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഇപ്പൊ യൂട്യൂബ് മ്യൂസിക് അല്ലെങ്കിൽ ഗാന, യൂട്യൂബ് മ്യൂസിക്, അതുപോലെ ഇപ്പം ഏതെങ്കിലും നമ്മളെ പോഡ്കാസ്റ്റുകൾ, ഇപ്പം നമ്മൾ വീഡിയോ അല്ല, വിഷ്വലി കാണിക്കുന്നതല്ല, നമ്മൾ കുറച്ചുകൂടിയും ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ, ഓഡിയോ വെച്ചിട്ടുള്ള ഈ ഒരു യൂട്യൂബിന്റെ പാട്ട് കേൾക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ, അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മൾ ആഡ് റൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നത് ഓഡിയോ റീച്ച്. അപ്പൊ യൂട്യൂബിനെക്കാട്ടും കുറച്ചുകൂടി യൂട്യൂബ് മ്യൂസിക് അല്ലെങ്കിൽ ഇപ്പൊ വിങ് മ്യൂസിക് പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കായിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആപ്പുകളിലേക്കൊക്കെ പോകുന്നുണ്ടാവും. സോ അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷനും എന്തിനാണ് എന്നുള്ളതും, ഓരോ ഓപ്ഷനും എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും, ഓരോ ഓപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആഡുകളായിരിക്കും റൺ ആവുന്നുണ്ടാവുക എന്നുള്ളതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് കൂടുതലും ഇപ്പൊ കറന്റ്ലി വേണ്ടത്, നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത് എഫിഷ്യന്റ് റീച്ച് ആണ്, അല്ലെ? നമ്മൾ പറഞ്ഞാൽ എഫിഷ്യന്റ് റീച്ച് ആയിരുന്നു, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പക്ഷെ അപ്പൊ നമ്മൾ ഈ ഒരു എഫിഷ്യന്റ് റീച്ച്, വീഡിയോ റീച്ചിൽ എഫിഷ്യന്റ് റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് നോൺ സ്കിപ്പബിൾ ആഡൊക്കെ അല്ലെങ്കിൽ റീച്ച് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്കി ആഡുകളായിരിക്കും ഇവിടെ. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കിപ്പബിൾ ആഡ് ഇല്ല, നോൺ സ്കിപ്പബിൾ ആഡ് ആണ് നോൺ സ്കിപ്പബിൾ റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനകത്തുള്ളത്. പക്ഷെ നമ്മൾ എഫിഷ്യന്റ് റീച്ച് കൊടുത്തു, നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ക്യാമ്പയിന്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണുള്ളത്. അതായത് ജസ്റ്റ് ഒരു ക്യാമ്പയിന്റെ പേര്. ഇപ്പൊ ഞാൻ
എന്ന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമ്മൾ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്യാമ്പയിന്റെ പേര് കൊടുക്കുകയാണ്. ആൻഡ് അവിടെ നമുക്ക് ഇതിൽ ഏതൊക്കെ ആഡ് റൺ ചെയ്യണം നമുക്കറിയാം. എഫിഷ്യന്റ് റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ് ക്യാമ്പയിൻ ടൈപ്പിൽ മെയിൻ ആയിട്ട് 3 ആഡുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് ഇൻസ്ട്രീം ആഡ്സ് അല്ലെ, ഇൻസ്ട്രീം ആഡ്സ് ആൻഡ് ഇൻഫീഡ് ആഡ്സ്. ഇൻഫീഡ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളെ ഫീഡിന്റെ ഉള്ളിൽ തന്നെ വീഡിയോസ് ആയിട്ട് ആഡ് കാണിക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻസ്ട്രീം ആഡ്സ് 2 തരത്തിലുണ്ട്. ബമ്പർ ആഡും സ്കിപ്പബിൾ ആഡും മാത്രമേ നമുക്ക് എഫിഷ്യന്റ് റീച്ചിന്റെ കേസിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ തീരുമാനിക്കാം ഇതിൽ ഏതെങ്കിലും ആഡ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, എക്സ്ക്ലൂഡ് ആക്കണമെങ്കിൽ. ഇപ്പൊ എനിക്ക് ഷോർട്സ് ആഡ് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഷോർട്സ് ആഡിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇൻഫീഡ് ആഡ്സ് വേണ്ട, അതായത് ഇൻസ്ട്രീം ആഡ്സ്, അതായത് ഇൻസ്ട്രീം ആണ്, അപ്പൊ പിന്നെ മനസ്സിലാക്കണം. സ്ട്രീം ചെയ്യുമ്പോൾ ഉള്ള സ്കിപ്പബിൾ ആഡ്സും ബമ്പർ ആഡ്സും മാത്രം മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതും ഷോർട്സ് ആഡ്സും മാത്രം മതി എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും വേണ്ട, അല്ലെങ്കിൽ ഇപ്പം ഇൻഫീഡ് ആഡ്സും ഇൻസ്ട്രീം ആഡ്സും മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഷോർട്സ് ആഡ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് അവിടെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് ബമ്പർ ആഡ്സും സ്കിപ്പബിൾ ആഡ്സും റൺ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മളവിടെ ആഡ് ഫോർമാറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 3 എണ്ണം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴാണ് 3 എണ്ണം യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് അത് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ബാക്കി 2 എണ്ണം നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അവിടെ ബിഡിങ് സ്ട്രാറ്റജിയിൽ CPM ആയിരിക്കും ഉണ്ടാവുക, ടാർഗറ്റ് CPM എന്നുള്ളത്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അവിടെ. കാരണം എന്താന്ന് പറഞ്ഞാല് നമുക്കിപ്പോ വേണ്ടത് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ CPM, ടാർഗറ്റ് CPM എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. നേരത്തെ ഞാൻ നമ്മളെ ഡിസ്പ്ലേ ആഡിന്റെ കേസിൽ പറഞ്ഞിട്ടാണ് 1000 വ്യൂസ്. നമ്മൾ ടാർഗറ്റ് CPM 24 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 200 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഇംപ്രഷൻ ഉള്ള പേയ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആയിരിക്കും ഈ 200 എന്നുള്ളത്. നമ്മൾ പണ്ട് CPCന്റെ കേസിലൊക്കെ പറഞ്ഞായിരുന്നു കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിക്കിന് 30 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ CPM കോസ്റ്റ് പെർ, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സമയത്ത് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ എന്നാണ് CPM മീൻസ് ചെയ്യുന്നത്. കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ. അപ്പൊ നമ്മൾ CPM കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു എമൗണ്ടിന് 1000 ഇംപ്രഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ബിഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് എനിക്ക് ഒരു 50 രൂപ ഞാൻ തരാം, 50 രൂപയ്ക്ക് എനിക്ക് 1000 ഇംപ്രഷൻ കാണിച്ചു തരണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ബിഡ് ചെയ്യുന്നുണ്ടാവുക. സോ ബിഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, നമുക്കറിയാം ബിഡിങ്ങിന്റെ കേസ് ഒക്കെ. ഇനി ബിഡിങ് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ ആ ടാർഗറ്റ് CPM കണ്ടു, നെക്സ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് എപ്പോഴും കാണുന്ന സാധനമാണ് ഡെയിലി ബഡ്ജറ്റും അതുപോലെ തന്നെ ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റും. സോ ഡെയിലി ബഡ്ജറ്റ് എപ്പോഴും നമ്മൾ സ്പെൻഡ് എമൗണ്ട്, ഒരു ദിവസത്തെ സ്പെൻഡ് എമൗണ്ട് ആയിരിക്കും ഡെയിലി ബഡ്ജറ്റിൽ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ 10 ദിവസത്തേക്കാണ് ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി ബഡ്ജറ്റ് 100 കൊടുക്കുകയാണെങ്കിൽ 10 ദിവസം 1000 റുപ്പീസിന്. അതേപോലെ തന്നെ എനിക്ക് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്ത് കൊടുക്കാം, ക്യാമ്പയിൻ ടോട്ടൽ 10 ദിവസത്തേക്കാണെങ്കിൽ 100 × 10 1000 റുപ്പീസ്. അപ്പൊ എനിക്ക് ഡെയിലി ബഡ്ജറ്റും കൊടുക്കാം, ഡെയിലി നമ്മൾ ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അല്ല, ഒരു പീരീഡിന്റെ അകത്തേക്ക്, ഇപ്പൊ 10 ദിവസത്തിന്റെ ഉള്ളില് ഒരു സമയത്ത്, ഇപ്പൊ ഒരു ദിവസം കൂടിപ്പോയാലും കുഴപ്പമില്ല, അടുത്ത ദിവസം കുറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ദിവസം 100 കൂടിയാലും കുഴപ്പമില്ല, ആഡ് സ്പെൻഡ് 100 കൂടിയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ ആ ടൈം പീരീഡിന്റെ ഉള്ളിൽ ഇത്ര രൂപയ്ക്ക് ആഡ് റൺ ചെയ്യാൻ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് നേരത്തെ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഡെയിലി ബഡ്ജറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ഫണ്ട് അല്ല തീരുമാനിക്കേണ്ടത്. നമ്മളിപ്പോ ഒരു ദിവസം ഇപ്പം 100 ആഡ് റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 100 ആഡ് ചെയ്യും. ആ രീതിയിലായിരിക്കും ആഡ് റൺ ആവുന്നുണ്ടാവും. മറ്റേത് ഒരു ദിവസം ചിലപ്പം നമ്മളിപ്പോ 10 ദിവസത്തേക്ക് 1000 റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം 200 ആഡ് റൺ ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ 300 അടുത്ത ദിവസം ആഡ് റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ ഒരു ഡേറ്റ്, ആ ഒരു സ്കെഡ്യൂളിലുള്ള ആ ഒരു സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റിനും ഇടയിലുള്ള ആഡ് സ്പെൻഡ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ടോട്ടൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക.
സോ എൻഡ് ഡേറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. മാൻസിൻ എത്ര വീക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു വീക്ക് സെറ്റ് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ഡേറ്റ് മാർച്ച് 16 കൊടുക്കുകയാണെങ്കിൽ 2 വീക്കിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ ആഡ് എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ആഡിന്റെ സ്പെൻഡ് ടൈം ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ വീക്സിന്റെ കേസിൽ അല്ലാണ്ട് നമുക്ക് ഡേറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം മാർച്ച് 16 മുതൽ മാർച്ച് 23 വരെ 1000 റുപ്പീസിനായിരിക്കും ആഡ് റൺ ആവുന്നുണ്ടാവുക. അത് ഡെയിലി ലിമിറ്റ് ഉണ്ടാവില്ല. ക്യാമ്പയിൻ ടോട്ടൽ കൊടുക്കുന്ന സമയത്ത് അത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലെ ലിമിറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ക്യാമ്പയിൻ ടോട്ടൽ അല്ലെങ്കിൽ ഡെയിലി ബഡ്ജറ്റ് പോലെ ഡെയിലി ടോട്ടൽ കൊടുക്കാൻ പറ്റും, ഡെയിലി ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അവിടെ കൊടുക്കാനുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക്സ് ആണ്. നമ്മൾ സെർച്ച് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് അവിടെയും ഈ സെർച്ച് നെറ്റ്വർക്ക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഗൂഗിളിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്, ഗൂഗിളിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗൂഗിളിന്റെ പാർട്ട്ണർഷിപ്പ് വെബ്സൈറ്റുകൾ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാർട്ട്ണർഷിപ്പ് വെബ്സൈറ്റുകളിലൊക്കെ ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലും ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. സെർച്ച് നെറ്റ്വർക്ക് ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. അപ്പൊ ഗൂഗിളിൽ മാത്രമായിരിക്കും ആഡ് റൺ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് യൂട്യൂബില് ആണല്ലോ ആഡ് കാണേണ്ടത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് വീഡിയോസിലും ചാനൽസിലൊക്കെ ആഡ് കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ആ നെറ്റ്വർക്സിന്റെ അകത്തുണ്ട്. അതെപ്പോഴും ടിക്കിലായിരിക്കും ഉണ്ടാവുക, അത് ഡിസേബിൾ, കാരണം നമ്മൾ യൂട്യൂബിലാണല്ലോ ആഡ് റൺ ചെയ്തത്. പിന്നെ 2 എക്സ്ട്രാ ഓപ്ഷൻ ആണുള്ളത്. നമുക്കത് നമ്മളെ ഇപ്പം ഈ 2 ഓപ്ഷൻ വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഇനേബിൾ ചെയ്ത് തന്നെ വെക്കാം. സോ ആഡ്സ് ക്യാൻ അപ്പിയർ ഇൻ വീഡിയോ സ്ട്രീം ആപ്സ് അവൈലബിൾ വിത്ത് ഗൂഗിൾ ടി വി. ഗൂഗിൾ ടി വി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സ്ട്രീം ആപ്സിലൊക്കെ നമുക്ക് ആ ഒരു ആപ്സിന്റെ അകത്തും കൂടി നമുക്ക് ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ടി വിൻ്റെത് ഇനേബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഗൂഗിൾ പാർട്ട്നേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ഗൂഗിളിന്റെ പാർട്ട്ണർ വെബ്സൈറ്റ് കുറച്ചുകൂടി പുറത്തുള്ള പ്ലാറ്റ്ഫോമിലേക്ക്, പാർട്ട്ണർ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മാത്രമല്ല പുറത്തുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കും, നമ്മളെ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ നമ്മളെ ഈ ഒരു വീഡിയോ ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പാർട്ട്നേഴ്സ് ഓൺ ദ ഗൂഗിൾ ഈ ഒരു സെർച്ച് നെറ്റ്വർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇതും ഓണായി കൊടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂടുതൽ വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഓഡിയൻസ് ടാർഗറ്റിംഗ് അല്ലെങ്കിൽ വേണ്ടാത്ത ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഇനേബിൾ ചെയ്യാം. ഇനി പാർട്ട്നേഴ്സിലോട്ട് വന്നോട്ടെ, ഗൂഗിൾ ടി വിയിൽ വരണമെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ ടി വിയിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സിലോ അവിടെ മാത്രം നമ്മുടെ വീഡിയോ ആഡ് വന്നോട്ടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അത് യൂഷ്വലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ റീച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കൊടുത്തു നോക്കിയിട്ട് ആഡ് റൺ ചെയ്ത് നോക്കാവുന്നതാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഗൂഗിൾ പാർട്ട്നേഴ്സിന്റെയും ഗൂഗിൾ ടി വിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷനാണ്, നന്നായിട്ട് ഫെമിലിയർ ആണ്. കാരണം നമ്മൾ സെർച്ച് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനും ലാംഗ്വേജും കൊടുക്കാനുള്ള ഓപ്ഷൻ. അത് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആഡ്സ് എപ്പോഴും നമ്മൾ നോ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് റൺ ചെയ്യുന്ന സമയത്ത് മാത്രം യെസ് കൊടുത്താൽ മതി. ചില സമയത്ത് അത് ഇനേബിൾ ആയിരിക്കില്ല, അതായത് നോയും യെസ്സും കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോയി ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള എല്ലാ സെക്ഷനിലും നമ്മൾ വേണ്ട ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാമ്പയിൻ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ നമുക്ക് അവിടെ ആ ഒരു ഓപ്ഷൻ നോ ആണെങ്കിൽ നോ, ഞാൻ പറയാം യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും പൊളിറ്റിക്കൽ ആഡ്സ് കാണിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ യെസ് ദിസ് ക്യാമ്പയിൻ ഹാസ് പൊളിറ്റിക്കൽ ആഡ്സ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. ഇനി ലാംഗ്വേജും ലൊക്കേഷൻ കൊടുക്കുന്ന കേസിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, കാരണം നമ്മൾ കുറെ കാലം അത് കൊടുക്കുന്നു. നമ്മളെ ലൊക്കേഷൻ ഏതാണോ അത് വെച്ച് ടാർഗറ്റ് ചെയ്യാം. ആൻഡ് നമ്മളെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം ആ ഒരു ലൊക്കേഷനിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം കേരള കൊടുത്തിട്ട് മലയാളം കൊടുക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. മേ ബി ടാർഗറ്റ് ചെയ്യുന്നതിൽ കുറച്ചുകൂടി മലയാളികളായിരിക്കും എന്നുള്ളതാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് എപ്പോഴാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഒരു ഏതെങ്കിലും സ്പെസിഫിക് ലൊക്കേഷനിലുള്ള ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട്
ആ ഒരു ലാംഗ്വേജ് കൊടുത്തിട്ട്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ദുബായ് അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും കൺട്രിയിലോ അല്ലെങ്കിൽ സിറ്റിയിലോ നമ്മളെ നാട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല അവരെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രം, അതായത് മലയാളികളെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രം ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മലയാളം സംസാരിക്കുന്ന ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലാംഗ്വേജ് മാറ്റി കൊടുക്കാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് റിലേറ്റഡ് വീഡിയോസ്, നമ്മളെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പം റിലേറ്റഡ് വീഡിയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡിവൈസസ്, ഇപ്പം നമുക്ക് എല്ലാ ഡിവൈസിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ ഷോ ഓൾ എലിജിബിൾ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് മൊബൈൽ. ഈ റിലേറ്റഡ് വീഡിയോസിൽ നമ്മളുടെ വീഡിയോസ്, വേറെ ആഡ് വീഡിയോസ്, നമ്മൾ തന്നെ ആഡ് വീഡിയോസ് ആണോ റിലേറ്റഡ് വീഡിയോസ്? നമ്മുടെ വീഡിയോസിന് അതപ്പോ നമ്മളുടെ ഈ ആഡിന്റെ പകരം ഇപ്പം കൊടുക്കുന്ന ആഡ് വീഡിയോന്റെ പകരം ഇതും കൂടെ കയറി വരുന്നതാണോ? കയറി വരും, എക്സ്ട്രാ കയറി വരും. ഓക്കെ. സോ അങ്ങനെ ഷോ ഓൺ ഓൾ എലിജിബിൾ വീഡിയോ ഡിവൈസസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാത്തിലും കാണിക്കുന്നുണ്ടാവും. അതായത് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, ടാബ്ലറ്റ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ സ്ക്രീൻസിലും നമ്മൾ ആഡ് കാണിക്കുന്നുണ്ടാവും. നമുക്ക് ഇവിടെ ഈ രീതിയിൽ ഡിവൈസസിന്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പം ടാബ്ലറ്റ്സിലും അതുപോലെ തന്നെ TV സ്ക്രീൻസിലും നമ്മളുടെ ആഡ് കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ യൂട്യൂബ് കാണിക്കുന്ന സമയത്ത്, വീഡിയോ അവർ ഓപ്പൺ ആക്കുന്ന സമയത്ത് കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. അത് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുന്ന സമയത്ത്, നമ്മൾ വീഡിയോ ഓപ്പൺ ആകുന്ന സമയത്തും, അതുപോലെ മൊബൈൽ ഫോൺ ത്രൂ ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ആഡ് കാണിക്കുന്നുണ്ടാവുക. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് അവിടെ ഡിവൈസ് മോഡൽ, നെറ്റ്വർക്ക്സ് വെച്ചിട്ടും OS വെച്ചിട്ടും ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിവൈസിന്റെ മോഡൽസ് വെച്ചിട്ടും നെറ്റ്വർക്ക്സ് വെച്ചിട്ടും, ഇതൊക്കെ ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓൾ ഡിവൈസ് മോഡൽ, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിവൈസിന്റെ മോഡൽസ് വെച്ചിട്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ്സ്, TV സ്ക്രീൻ, ആ കേസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി അവിടെ ഫ്രീക്വൻസി ക്യാപ്പിംഗ്, അതായത് നമുക്ക് ലിമിറ്റ് ഹൗ മെനി ടൈംസ് ദാറ്റ് ആഡ്സ് ഇൻ ദ ക്യാമ്പയിൻ ക്യാൻ ഷോ ദ സെയിം പേഴ്സൺ എന്നുള്ളതാണ്. അതായത് ഒരേ ആള് തന്നെ ഒരു ദിവസം എത്ര സമയം ഈ ആഡ് മാക്സിമം കണ്ടാൽ മതി എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിമിറ്റേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഒരേ ആള് തന്നെ ഇപ്പം 2 ഇംപ്രഷൻ വന്നാൽ മതി എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ആള് പെർ ഡേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, നമ്മളുടെ ആഡ് 2 പ്രാവശ്യം മാക്സിമം കാണുന്നുണ്ടാവുള്ളൂ. 2 പ്രാവശ്യം മാക്സിമം എന്ത് ചെയ്യുന്നുള്ളൂ, ഗൂഗിൾ ആൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുള്ളൂ. ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആള് തന്നെ വീണ്ടും വീണ്ടും നമ്മളെ ആഡ് ഗൂഗിള് കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. ആൾക്ക് ഒരു പ്രാവശ്യം മാത്രമായിരിക്കും നമ്മളുടെ ആഡ് പെർ ഡേ കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആ ഫ്രീക്വൻസിയുള്ള ദിവസം വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. പെർ മന്ത് കൊടുക്കാം, പെർ വീക്ക് കൊടുക്കാം. പെർ വീക്ക് സെയിം പേഴ്സൺ, ഇപ്പൊ ഞാനാണ് ആ ഒരു പേഴ്സൺ, ഞാൻ അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ആഡ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു തവണ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഈ ഒരു ആഡ് കാണുന്നുണ്ടാവുള്ളൂ. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ആഴ്ചയിൽ 5 തവണ മാത്രം, നമ്മൾ ഗുളിക കുടിക്കുന്ന മാതിരി ഒരു ടൈമിൽ ഇത്ര നേരം ഇത്ര ഗുളിക എന്ന് പറയുന്ന മാതിരി, അല്ലെങ്കിൽ ഇത്ര മെഡിസിൻ എന്ന് പറയുന്ന മാതിരി, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, എത്ര തവണ ആളുകൾ ആ ഒരു ആഡ് കാണണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ററാക്ഷൻ വെച്ചിട്ടും പെർ ഡേ ലിമിറ്റ് ഹൗ മെനി ടൈംസ് ദാറ്റ് ആഡ്സ് ഇൻ ദ ക്യാമ്പയിൻ ക്യാൻ ഗെറ്റ് എ വ്യൂ ഓർ ഇന്ററാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഡ് കാണിക്കുന്ന പോലെ തന്നെ ഇന്ററാക്ഷന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര തവണ ആൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ലൈക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഡിവൈസ് അഡീഷണൽ സെറ്റിംഗ്സ് വലിയ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ആഡ് സ്കെഡ്യൂൾസും കാര്യങ്ങളും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ അഡീഷണൽ സെറ്റിംഗ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ താഴത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസിന്റെ സെഗ്മെന്റ് വന്നു. നമുക്കറിയാം ഇവിടെ നമ്മൾ ടാർഗറ്റിംഗ് വീണ്ടും തുടങ്ങുകയാണ്. നമ്മൾ പഴയ പരിപാടി അല്ലെ, നമ്മൾ സെർച്ച് ആഡിലും ഡിസ്പ്ലേ ആഡിലും ഒക്കെ ചെയ്ത സെയിം പരിപാടി ഇവിടെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്.
അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസ് ടാർഗറ്റ് ചെയ്യാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ വൺസ് ഒരു ഓഡിയൻസിനെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ആ സേവ്ഡ് ഓഡിയൻസിനെ, അതായത് നിങ്ങൾ ഇതിന് മുന്നേ യൂട്യൂബ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓഡിയൻസിനെ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സേവ്ഡ് ഓഡിയൻസിനെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് മുന്നേ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ആ ഓഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുതിയ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ജെൻഡർ വൈസ് നമുക്ക് സെർച്ച് ആഡിലൊന്നും നമുക്ക് ഡയറക്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഈ ഓഡിയൻസ് ടാർഗറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് ഓഡിയൻസ് സെഗ്മെന്റ്സ് കൊടുക്കാം. ഓഡിയൻസ് സെഗ്മെന്റ്സ് കൊടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ആ ക്യാമ്പയിൻ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ, ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ കേസിൽ നമ്മൾ വീഡിയോ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെൻഡർ, ഇപ്പൊ ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഐ മീൻ ഏജ് വൈസ് ആയിക്കോട്ടെ ജെൻഡർ വൈസ് ആയിക്കോട്ടെ നമുക്ക് അവിടെ ഏത് ഓഡിയൻസിനാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ CD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഈ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാണ്. സോ അവരായിരിക്കും ടാർഗറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി അഡീഷണൽ ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നമ്മൾ സെർച്ച് ആഡിലും ഡിസ്പ്ലേ ആഡിലും ഒന്നും കാണാത്ത എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. നമുക്ക് പാരന്റ് സ്റ്റാറ്റസ്, പാരന്റ് എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്യാം. നമ്മൾ സെർച്ച് ആഡിലൊക്കെ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക്സ് കൊടുക്കുന്ന സമയത്ത് സെർച്ച് ആഡിന്റെ അകത്ത് പാരന്റ്സ് ഓഫ് ഇൻഫൻസ് അല്ലെങ്കിൽ ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സുള്ള മക്കളുടെ പാരന്റ്സ് അങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, പാരന്റ് അല്ലെങ്കിൽ നോട്ട് പാരന്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ആണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അൺനോൺ ഉള്ള രീതിയിൽ കൊടുക്കാം. ഇനി അതേപോലെ ഹൗസ് ഹോൾഡ് ഇൻകം എത്ര ടു എത്ര പെർസെന്റേജ് ഉള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഇൻകം അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള നീഷ് വരുന്ന സമയത്ത് മാറുവേ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള നീഷ് വരുന്ന സമയത്ത് മാറുന്നുണ്ടാവും. സോ അങ്ങനെ നമുക്ക് ആ ഒരു കാര്യം സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഹൗസ് ഹോൾഡ് ഇൻകം ഒക്കെ എല്ലാ കേസിലും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചില ബിസിനസിന്റെ കേസിലായിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇൻട്രസ്റ്റ്, ഏതൊക്കെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതുള്ളത്. സോ ഈ ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവിടെ ഇൻ മാർക്കറ്റ്, അഫിനിറ്റി ആൻഡ് ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻ മാർക്കറ്റ് വേറെ രീതി തന്നെയാണ്. നമുക്ക് അവിടെ ആവറേജ് ഇംപ്രഷൻ കിട്ടാനുള്ള ഒരു കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ബിസിനസ് സർവീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഇംപ്രഷൻ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിന് അണ്ടറിൽ നമുക്ക് ബിസിനസ് ടെക്നോളജി യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇൻ മാർക്കറ്റിൽ തന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് അണ്ടറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബിസിനസ് ടെക്നോളജി അണ്ടറിലായിരുന്നു നമ്മൾ വെബ് സർവീസിന്റെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇൻ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ലൈഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഹോം റിനോവേഷൻ, ജോബ് ചേഞ്ച് നോക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാൻ പറ്റും. അവരെ നമ്മളെ കാണിച്ചു കൊടുക്കാൻ പറ്റും. മാരേജ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ പറ്റും. ഇപ്പൊ മൂവിങ്, അതായത് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേക്ക് മാറുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ പെറ്റിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഹോം പർച്ചേസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ, അപ്പൊ അവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ റിയൽ എസ്റ്റേറ്റിനൊക്കെ നമുക്ക് ഇവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് റൺ ചെയ്യാൻ പറ്റും. ഹോം റിനോവേഷൻ, ബിസിനസ് ക്രിയേഷൻ നോക്കുന്ന ആൾക്കാർ. അതിന് അണ്ടറിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സബ് ആയിട്ട് ലൈഫ് ഇവന്റ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ലൈഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ് ഓൾറെഡി നമ്മൾ പാരന്റൽ സ്റ്റാറ്റസ്, പാരന്റ്സ് ആണോ അല്ലയോ, കല്യാണം കഴിച്ചവരാണോ അല്ലയോ, സിംഗിൾ, നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ, അതായത് നമ്മൾ ഓൾറെഡി സെർച്ച് ആഡിൽ കണ്ട പോലെ തന്നെ ഒരു ഓപ്ഷനാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹോം ഓണർഷിപ്പ് ആ രീതിയിൽ, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെമോഗ്രാഫിക്സ് ഉണ്ട്. ആൻഡ് അഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് ആണ്. നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് കാണിക്കാം. ആൻഡ് ഇതിനകത്തൊക്കെ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്ര ഒരു ആവറേജ്
അസ്യൂമബിൾ ആയിട്ട് എത്ര ആൾക്കാരെ കാണിക്കുന്നുള്ളതും എത്ര ഇംപ്രഷൻ കിട്ടുന്നു എന്നുള്ളതും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ അവൈലബിൾ ആണ്. ഇനി കസ്റ്റം ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഉള്ള ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ഉള്ള ഓഡിയൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് പുതിയ ആഡുകൾ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും അവിടെ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ് ഈ കേസൊക്കെ നിങ്ങൾ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സെറ്റപ്പ് ചെയ്യണം. അഡീഷണൽ ഓഡിയൻസ് സെഗ്മെന്റ്സിന് നമുക്ക് കസ്റ്റം സെർച്ച് ടേംസ് വെച്ചിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ എക്സ്ക്ലൂഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് റീമാർക്കറ്റിംഗ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ്, എന്താണ് റീമാർക്കറ്റിംഗ് എന്നുള്ളതും അതിലേക്ക് വരാം. നമുക്ക് ഓഡിയൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഞാൻ വരാം. എന്തായാലും റീമാർക്കറ്റിംഗ് എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അങ്ങനെ കുറച്ചുകൂടി ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഡിയൻസ് അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അവിടെ 2 ഓപ്ഷൻ കണ്ടില്ലായിരുന്നു. നമ്മൾ ഓഡിയൻസ് സെറ്റ് ചെയ്തതിനു ശേഷം ടാർഗറ്റിംഗും ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഇനേബിൾ ഓഡിയൻസ് എക്സ്പാൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഓഡിയൻസ് ഇല്ലേ, ഇവരുടെ സെയിം ക്യാരക്ടർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലും കൂടി നമ്മൾ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. സോ അങ്ങനെ അത് നമ്മൾ അവിടെ കണ്ട ആ ഓപ്ഷൻ ആട്ടോ. നമ്മൾ സെർച്ച് ആഡിന്റെ അകത്ത് നമുക്ക് സെയിം ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഓഡിയൻസിനെയും അതുപോലെ തന്നെ എല്ലാം ടാർഗറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ താഴെ 2 ഓപ്ഷൻ വന്നു, ടാർഗറ്റിംഗ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ടാർഗറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ മാത്രമേ കാണിക്കുള്ളൂ. ഒബ്സർവേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അഡീഷണലി നമ്മുടെ ഓഡിയൻസിന്റെ കൂടെ എക്സ്ട്രാ ഓഡിയൻസിനെയും കൂടി അവിടെ ആഡ് ചെയ്യുന്നുള്ളതായിരുന്നു സെർച്ച് ആഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിന് പകരം ഇനേബിൾ ഓഡിയൻസ് എക്സ്പാൻഷൻ എന്നാണുള്ളത്. സോ ഈ ഓഡിയൻസ് എക്സ്പാൻഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം സാധനം തന്നെയാണ്. കുറച്ചുകൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഓഡിയൻസിനെ ഇപ്പം ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്നൊക്കെ പറയില്ല അല്ലെ, ആ രീതിയിൽ നമ്മളെ ഓഡിയൻസിനെ പോലുള്ള ഓഡിയൻസിനെ ആര് ടാർഗറ്റ് ചെയ്ത് തരും? ഗൂഗിള് ടാർഗറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ഇനി അടുത്ത സെക്ഷനാണ് നമ്മൾ ഈ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ആഡിൽ കണ്ടതാണ്. ഇപ്പം ഉള്ള കുറച്ച് സെക്ഷൻ ഒഴിച്ചിട്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്പ്ലേ ആഡിൽ കണ്ടതാണ്. ഇവിടെ നമുക്ക് കീവേഡ്സ്, നമ്മളുടെ സെപ്പറേറ്റ് കീവേഡ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കീവേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബിലെ വീഡിയോസിനൊക്കെ നമ്മളെ ഈ ഒരു ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കീവേഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ആഡിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ ആഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കീവേഡ് കൊടുക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റിനൊക്കെ കാണിച്ചു കൊടുക്കും, വെബ്സൈറ്റിനൊക്കെ കാണിച്ചു കൊടുക്കുന്നുള്ളതും യൂട്യൂബിലും ഒക്കെ ചാനലിലൊക്കെ നമ്മളെ ഈ ഡിസ്പ്ലേ ആഡ് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ നമ്മൾ ഈ ഒരു കീവേഡ്സ് കൊടുക്കുന്ന ഏതാണോ ആ കീവേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റിലൊക്കെ നമ്മളുടെ ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ കീവേഡ്സ് എന്നുള്ളത്. ആൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഫ്രേസ് മാച്ച് എക്സാക്ട് മാച്ച് അതൊന്നുമില്ലല്ലോ, വെറുതെ കോമന്റ് ഇട്ടാണോ? കോമന്റ് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അവിടെ ആ ഒരു ഇഷ്യൂ ഇല്ല, നമുക്ക് ഒരു കോമന്റ് കൊടുക്കാം. ഇനി നേരത്തെ പോലെ തന്നെ ടോപ്പിക്സ് എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ഉണ്ട്. ഈ ടോപ്പിക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നേരത്തെ സെയിം ഡിസ്പ്ലേ ആയിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഏതൊക്കെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകളിലേക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എല്ലാ വീഡിയോ ആഡ്സിലും ഒന്നും റൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്പെസിഫിക് ന്യൂസ് ചാനലുകളിലേക്ക് മാത്രം ആഡ് റൺ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി പെറ്റ്സ് ആൻഡ് ആനിമൽസ്, നമ്മളെ ചില അനിമൽ പ്ലാനറ്റ് ഒക്കെ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവുന്ന ചാനൽസോ അങ്ങനത്തെ ചാനൽസുകളിലേക്കൊക്കെ നമ്മൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഹോം ആൻഡ് ഗാർഡൻ, അങ്ങനെ നമുക്ക് ഏത് ടോപ്പിക് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിലേക്ക്, അതായത് ഇപ്പൊ ചിലപ്പം നമ്മൾ ഫുഡിന്റെ റിവ്യൂ പറയുന്ന ആളുകൾ ഉണ്ടാവും. സോ നമ്മൾ ആഡ് ചിലപ്പം അവരെ മാത്രം കാണിച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുക്കിംഗ് വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. സോ അവരെ മാത്രം ആഡ് കാണിച്ചാൽ മതിയായിരിക്കും. ഇനി ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ ശാരീരിക് സംശുദ്ധിനൊക്കെ നമ്മൾ ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് കൊടുക്കാവുന്നതാണ്. സോ അങ്ങനെ
നമുക്ക് ഏത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലാണോ നമ്മൾ ആഡ് കാണിക്കേണ്ടത്, ആ വീഡിയോസിനകത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിക് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് സബ് ടോപ്പിക്കുകൾ ഉണ്ടാവേ. നമുക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ ഒക്കെ ആണെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അണ്ടറിൽ തന്നെ നമുക്ക് വേറെ ടോപ്പിക്സ് ഉണ്ട്. സോ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ മാത്രമേ നമ്മുടെ ആഡ് കാണിക്കുന്നുണ്ടാവുള്ളൂ. സോ അങ്ങനെ നമുക്ക് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഫൈനലി പ്ലേസ്മെന്റ്സ് അല്ലെ. ചിലപ്പോൾ വീഡിയോ ചില വെബ്സൈറ്റിലേക്ക് വീഡിയോ ആഡ്സ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില വെബ്സൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീഡിയോ ആഡ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിന്റെ അകത്തേക്കും യൂട്യൂബ് ചാനലുകളുടെ അകത്തേക്കും നമുക്ക് ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആഡ് കാണിക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഓക്കെ ഞാൻ ഇവിടെ EMRZ തൊപ്പി എന്നുള്ളത് ഓണായി അല്ലെങ്കിൽ അവർക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ആ ഒരു യൂട്യൂബ് വീഡിയോ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ആഡ് പോകുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ്മെന്റും അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഏത് ചാനലിലേക്കാണ് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിലേക്കാണ് ഏത് ആപ്സിലേക്കാണ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലേക്കാണ് യൂട്യൂബ് ചാനലിലേക്കാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ്മെന്റ്സും കൊടുക്കാൻ പറ്റും. സി നമ്മൾ ഈ കൊടുക്കുന്ന പ്ലേസ്മെന്റ്സ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് അവസാനം പണി കിട്ടുന്നുണ്ടാവാം. അതായത് പ്രോപ്പർ ഓഡിയൻസ് എടുത്തേക്കായിരിക്കില്ല നമ്മളെ പ്ലേസ്മെന്റ്സ് പോകുന്നുണ്ടാവാം. നമ്മൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് വേണ്ടാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേസ്മെന്റ്സ് വെൻ ആൻഡ് വെർ ആഡ് ഷോൺ, നമ്മൾ ഡിസ്പ്ലേ ആഡ്സിന്റെ കേസ് പറഞ്ഞാണ് നമുക്ക് അവിടെ വെൻ ആൻഡ് വെർ ആഡ് ഷോൺ എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ വൺസ് ഈ പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ആഡ് റണ്ണായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആഡ് റണ്ണായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്ത എവിടെയെങ്കിലും നമ്മൾ ആഡ് കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെൻ ആൻഡ് വെർ ആഡ് ഷോൺ എന്ന് പറഞ്ഞ സെക്ഷൻ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ ഏതൊക്കെ പ്ലേസ്മെന്റ്സിലാണ് അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ ആഡ് കാണിക്കുന്നത് ഉണ്ടാവും. അത് വേണ്ടാത്ത ഏതെങ്കിലും ചാനൽസോ വീഡിയോസോ ഉണ്ടോന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും ടാർഗറ്റ് ചെയ്യേണ്ടാത്ത ഏതെങ്കിലും വീഡിയോസോ ചാനൽസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്ലേസ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇനി നമ്മൾ സാധനം ഇറക്കേണ്ട സമയമായി. അതായത് നമ്മൾ ഇങ്ങനെ ഒരുപാട് സാധനം, അതായത് ഒരു ലൊക്കേഷൻ വെച്ച് ഏജ് വെച്ച് അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തു, കീവേഡ്സ് വെച്ച് പ്ലേസ്മെന്റ്സ് വെച്ച് ടോപ്പിക്സ് വെച്ച് ഓഡിയൻസിന്റെ ക്യാരക്ടർ വെച്ചിട്ട് അവരെ ബിഹേവിയർ വെച്ച് അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു ഇപ്പൊ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരെ, അതായത് നമ്മൾ ഈ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്യാമ്പയിനിൽ സെറ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരെ കാണിക്കേണ്ട ആഡ് ആണ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ അവിടെ ഹെഡ് അപ് ടു 5 വീഡിയോസ് എന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ URL ആണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു വീഡിയോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനലിന്റെ അകത്ത് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുക. ആ വീഡിയോ വെച്ചിട്ടായിരിക്കണം നമ്മുടെ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ആഡ് റൺ ചെയ്യേണ്ടത്. ആൻഡ് അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് എല്ലാവരെയും കാണാൻ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോനെ നമുക്ക് ലൈക്ക് ആരും കാണാത്ത രീതിയിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ആ ഒരു വീഡിയോ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ URL ഒന്നെങ്കിൽ കൊടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം CDA അക്കാഡമി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണും. CDAന്റെ ഈ ഒരു വീഡിയോ എനിക്ക് ആഡ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഈ ഒരു വീഡിയോ ആഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. സോ അത് പല രീതിയിൽ നമുക്ക് അവിടെ ഡെമോ ആഡ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്.
ഇൻ സ്ട്രീം ഇൻ ഫീഡ് ആയിട്ട് വരുന്ന സമയത്ത് ഷോർട്സിന്റെ അകത്ത് ഓക്കെ നമുക്കിത് സ്കിപ്പബിൾ ആഡും ഇൻഫീഡ് ആഡ്സും അല്ല ഇൻ സ്ട്രീമിൽ നമ്മൾ ബമ്പർ ആഡ്സ് ആയിട്ടും അല്ലെ ഇൻഫീഡ് ആഡ് ആയിട്ടും ഷോർട്സ് ആഡ് ആയിട്ടൊക്കെ വരാന്നുള്ളത് നമ്മൾ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് കൊടുത്താണ്. സോ ഇതിന്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയായിരിക്കും ഷോർട്സ് ഒക്കെ ആണെന്നെങ്കിൽ ആഡ് ഉണ്ടാവുക. ഇൻ സ്ട്രീം സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡാണ്. അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് ഡെമോ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. സോ വെർട്ടിക്കൽ ഒരു ചാനൽ വീഡിയോ കൂടി ആഡ് ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നുള്ളതാണ് ഈ ഒരു ഐഡിയ. അല്ലാണ്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിന് മ്യൂസിക് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അതിന് കോപ്പിറൈറ്റ് ചാൻസ് ഉണ്ടോ? കോപ്പിറൈറ്റ് അത് അവിടെ നിന്ന് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് യൂട്യൂബിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ മ്യൂസിക്കുകൾക്ക് അങ്ങനെ വരും. അതായത് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, അതായത് നമുക്ക് അവിടെ കാണിച്ചു തരും. അതായത് ഒരു ഗ്രീൻ ടിക്ക് വരും. ഗ്രീൻ ടിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോന് എന്തില്ല, കോപ്പിറൈറ്റ് ഇല്ല. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും ഇതിന് ഈ ഒരു മ്യൂസിക് ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കാണിക്കും. ഓക്കെ, ചാൻസ് ഉണ്ട്. എന്നിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ടാവുക. എന്നിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവിടെ ആ ഒരു വീഡിയോ ആഡ് ചെയ്തു. ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ആഡ് റൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ വീഡിയോ ആണ് ആഡ് ആയിട്ട് റൺ ചെയ്യേണ്ടത്. ഇനി ആ പ്രശ്നം നമ്മളെ അപ് ടു 5 വീഡിയോസ് വരെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോന്റെ കേസ് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 5 സെക്കൻഡ്. ഈ ആദ്യത്തെ 5 സെക്കൻഡിന്റെ അകത്ത് ജസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഹുക്കിൽ എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് അവിടെ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്കിപ്പ് അടിച്ച് അവരങ്ങ് പോകും. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിക്കാനുള്ള സാധ്യതയില്ല. ഇനി നമ്മുടെ ലാൻഡിംഗ് പേജ്, നമ്മുടെ മെയിൻ URL എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ലാൻഡിംഗ് പേജ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് അവിടെ നമ്മളെ ഡിസ്പ്ലേ URL എങ്ങനെയായിരിക്കണം, അതിന്റെ അപ്പുറത്തും അത് കഴിഞ്ഞിട്ട് URL കഴിഞ്ഞിട്ട് അപ്പുറത്തും നമ്മൾ അന്ന് കണ്ട പോലെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വേണോ, URL കൂടെ സ്ലഗ് ഒക്കെ പോലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളെ കോൾ ടു ആക്ഷൻ, ഞാൻ അവിടെ കോൾ ടു ആക്ഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, നമ്മള് ഇവിടെ വരുന്ന സെക്ഷൻ കോൾ ടു ആക്ഷൻ ആയിട്ട് എന്തെങ്കിലും, ഇപ്പൊ ഞാൻ സൈൻ അപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സൈൻ അപ്പ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാവും. അപ്പം എനിക്ക് അവിടെ കോൾ ടു ആക്ഷൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കോൾ ടു ആക്ഷൻ സെറ്റപ്പ് ചെയ്ത പോലെ തന്നെ എനിക്ക് അവിടെ ഹെഡ്ലൈനും ലോങ് ഹെഡ്ലൈനും സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഹെഡ്ലൈനിന്റെ കേസും ലോങ് ഹെഡ്ലൈനിന്റെ കേസും നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ആഡിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വലിയൊരു പ്ലേസ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹെഡ്ലൈനെക്കാട്ടും ലോങ് ഹെഡ്ലൈൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. കൂടുതലും ചെറിയ പ്ലേസ്മെന്റ്സിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഹെഡ്ലൈൻ കാണിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ വലിയ പ്ലേസ്മെന്റ്സ് വലിയ ആഡ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ലോങ് ഹെഡ്ലൈൻസ് ആണ് കാണിക്കുന്നുണ്ടാവുക. ഹെഡ്ലൈൻസും അത്യാവശ്യം ക്യാച്ച് ചെയ്യാൻ വേണ്ടതുണ്ട്. ഇപ്പം എന്താണോ നമ്മൾ എപ്പോഴും ഹെഡ്ലൈൻസ് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടിയും നിങ്ങൾ ഓൾറെഡി ഒരു സെഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഹെഡ്ലൈൻ കൊടുക്കുന്ന കേസൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്യാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹെഡ്ലൈനും ഓക്കെ. നമുക്ക് ലോങ് ഹെഡ്ലൈൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇത് ഹെഡ്ലൈൻ ആയതുകൊണ്ട്. ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നോ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ലോങ് ഹെഡ്ലൈനിന്റെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടേഷൻ എന്നുള്ളത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ലോങ് ഹെഡ്ലൈൻ എപ്പോഴും വരുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ പോലെ വലിയ പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും ലോങ് ഹെഡ്ലൈൻ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഷോർട്ട് ആയിട്ട് വരുന്ന ആ ഒരു 30 ക്യാരക്ടേഴ്സിന്റെ അകത്ത് വരുന്ന ഹെഡ്ലൈൻ ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. ആൻഡ് അതിന്റെ കൂടെ നമുക്ക് താഴത്ത് കാണിക്കേണ്ട ഡിസ്ക്രിപ്ഷനും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക,
കോൾ ടു ആക്ഷൻ കൊടുക്കുക നിർബന്ധമായിട്ടും. ഇനി ഹെഡ്ലൈൻ, ലോങ് ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ നിർബന്ധമായും കൊടുക്കണം. ലോങ് ഹെഡ്ലൈൻ, അതായത് ലോങ് ഹെഡ്ലൈൻ എവിടെയും കാണിക്കൂലല്ലോ എന്നുള്ളതല്ല, ലോങ് ഹെഡ്ലൈൻ കാണിക്കുന്നുണ്ടാവും. കുറച്ചുകൂടിയും വലിയ പ്ലേസ്മെന്റിന്റെ സമയത്തൊക്കെ നമുക്ക് ലോങ് ഹെഡ്ലൈൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ ആ ഒരു കേസും നോക്കേണ്ടതുണ്ട്. ലോങ് ഹെഡ്ലൈൻ കൊടുക്കാം, ഹെഡ്ലൈൻ കൊടുക്കാം. കണ്ടോ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഇതുപോലെ ഇതിന്റെ താഴത്ത് വരുന്നുണ്ടാവുക. സോ ഹെഡ്ലൈൻ, ലോങ് ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ എപ്പോഴും നിങ്ങളുടെ ആഡിന്റെ മെയിൻ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ ക്രിയേറ്റീവ് എത്ര അടിപൊളിയായിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷനും. ഇനി സെർച്ച് ആഡിന്റെ കേസിലാണെങ്കിൽ പറയേ വേണ്ട. ഡിസ്പ്ലേ ആഡിന്റെ കേസിലും വീഡിയോ ആഡിന്റെ കേസിലും നമുക്ക് ഈ ക്രിയേറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിക്കാം. സെർച്ച് ആഡിന്റെ കേസിൽ ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ ആണ് ആഡ്സിന്റെ മെയിൻ എലമെന്റ്സ് എന്നുള്ളത്. ഈ കേസിലായിക്കോട്ടെ നമ്മൾ ക്രിയേറ്റീവ് അത്രയും അടിപൊളിയാവണം. ക്രിയേറ്റീവ് അടിപൊളി ആവണ്ടെന്നല്ല, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആ ഒരു ക്രിയേറ്റീവ് അത്രയും ക്യാച്ച് ചെയ്യില്ല. ഹുക്ക് എലമെന്റ് ഇല്ലാത്ത ഒരു തീരെ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ എത്ര ഹുക്ക് എലമെന്റ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീഡിയോക്ക് തീരെ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു ക്രിയേറ്റീവ് അത്രയും അടിപൊളിയായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്യാമ്പയിൻ ഒക്കെ സെറ്റപ്പ് ചെയ്തതിന് ഒരു വിലയില്ലാണ്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രിയേറ്റീവ് നല്ല പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റീവ് പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് CDAയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവ്സ് ഒക്കെ കാണിച്ചു തരാം, വീഡിയോ ആഡ്സ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റീവ് എങ്ങനെ വേണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഞാൻ ഈ ഒരു കേസ് കൊടുത്തതിനു ശേഷം നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡുകൾ, ആഡ് ഗ്രൂപ്പും ഒക്കെ എക്സ്ട്രാ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സോ ആഡ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആഡും ആഡ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി ടാർഗറ്റ് CPM, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് CPM കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത്. അതായത് 1000 ഇംപ്രഷന് എത്ര ഞാൻ കൊടുക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നമ്മളത് ആക്ച്വലി നിങ്ങൾ ഒരു സെർച്ച് ക്യാമ്പയിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കൺവേർഷൻ റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ട് 100-ന്റെയും 400-നും ഇടയിലുള്ള ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ടാർഗറ്റ് CPM ആയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബേസിക്കലി ഒരു 100-ന് 400 ഒരു എമൗണ്ട് നമുക്ക് ടാർഗറ്റ് CPM ആയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ടാർഗറ്റ് CPM കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ റിക്വയർഡ് കാണിക്കുന്നുണ്ടാവും. സോ മസ്റ്റ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് CPM കൊടുത്തിട്ട്, ഞാനിപ്പോ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ക്യാമ്പയിൻ ഫൈനൽ URL, നമ്മുടെ വെബ്സൈറ്റിന്റെ URL കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് ദെൻ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിൻ പബ്ലിഷ് ആയി. നമ്മൾ വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്തു. ആളുകളിലേക്ക് സ്കിപ്പബിൾ ആഡ് ആയിട്ടും അതുപോലെ തന്നെ ഇൻഫീഡ് ആഡ് ആയിട്ടും ഷോർട്സ് ആഡ് ആയിട്ടും ആൻഡ് നമ്മുടെ ബമ്പർ ആഡ്സ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ആഡ് അവരെ കാണിക്കുന്നുണ്ടാവും. ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ എത്ര അല്ലെങ്കിൽ വ്യൂ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓവർവ്യൂവിൻ്റെ അകത്ത് കാണാവുന്നതാണ്. സോ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തില്ല. നമുക്ക് പരിചയമുള്ള കുറെ സാധനം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ കീവേഡ്സ് കൊടുക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ടാർഗറ്റിംഗ് ഒക്കെ നമുക്ക് ഓൾറെഡി പരിചയമുള്ള കാര്യങ്ങളാണ്. സോ അതൊന്നും നമുക്ക് ഇവിടെ ഡിഫറൻസ് ഉണ്ടാവില്ല. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഏതൊക്കെ ഫോർമാറ്റ് വേണം എന്നുള്ളതും, ടാർഗറ്റ് CPM-ഉം, ക്യാമ്പയിൻ ടോട്ടൽ ആൻഡ് ക്യാമ്പയിൻ ഡെയിലി ക്യാമ്പയിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതും, നെറ്റ്വർക്ക്സ് നമ്മൾ വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളതും, ആ കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് ആയിട്ടുള്ളൂ. ആൻഡ് റിലേറ്റഡ് വീഡിയോസ് വരുന്നത്, അതുപോലെ തന്നെ ഒരേ സെഗ്മെന്റ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ സേവോടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ ഈ ജെൻഡറും അതുപോലെ തന്നെ ഏജ്, ആ കാര്യങ്ങളും പാരന്റ്, അത് ആ കേസൊന്നും നമുക്ക് എവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. സെർച്ച് ആഡിലും ഒന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. ആൻഡ് ഇവിടെ ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പുതിയ കുറച്ച് ഓപ്ഷൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓഡിയൻസ് സെഗ്മെന്റ്സിന്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് ലൈഫ് ഇവന്റ്സും കാര്യങ്ങളൊക്കെ വന്നു. ഇൻ മാർക്കറ്റ് മാത്രമല്ലാണ്ട് എക്സ്ട്രാ ലൈഫ് ഇവന്റ്സും കാര്യങ്ങളൊക്കെ വന്നു. ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ്, ഇനി
അഫിനിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആൻഡ് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കാണിക്കുമായിരുന്നു. ആൻഡ് അവിടെ റിസൾട്ട് ഒരു അക്യുറേറ്റ് അല്ലാത്തൊരു ആവറേജ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. സോ അതും നമുക്ക് അവിടെ എക്സ്ട്രാ ആയിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളപ്പം ഫസ്റ്റ് അവിടെ ഓപ്ഷൻസിന്റെ അകത്ത് ഡിഫറെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത സമയത്താണ് നമുക്ക് ഏത് ക്യാമ്പയിൻസ് ആണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടി വന്നത്. നമുക്ക് രണ്ടാമത്തെ നമുക്ക് സ്കിപ്പബിൾ ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നോൺ സ്കിപ്പബിൾ. നമുക്ക് നമ്മുടെ ഇന്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ മാക്സിമം റീച്ച് കിട്ടുക എന്നുള്ളൊരു ഇന്റൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഈ ക്യാമ്പയിൻ നിർബന്ധമായിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, അവയർനെസ് ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് മാറ്റിയിട്ടും ക്യാമ്പയിൻസ് റൺ ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്യാമ്പയിൻ നമ്മളെ ഈ ഒരു യൂട്യൂബ് ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ അത് SMA ട്രാക്കറിൽ മസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനാണല്ലോ, ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ വീഡിയോ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള CDക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോ ആഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള CDക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോ ആഡ്സ്. സോ യെസ്, വീഡിയോ ക്യാമ്പയിൻസ്. Weekend course. സോ നമുക്ക് അവിടെ ക്യാമ്പയിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ക്യാമ്പയിനെ, ആൻഡ് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ടുള്ള ആഡുകളും കാര്യങ്ങളും പോയിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം. ഈ ഒരു വീഡിയോ ആണ് ആഡ് ആയിട്ട് പോയിട്ടുള്ളത്. വർക്കല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ഇതും നമ്മൾ വീഡിയോ റൺ ചെയ്തുള്ളത് കാണിച്ചു തരാം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അല്ലേ, സ്കിപ്പബിൾ. അത് ടാർഗറ്റ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഡിയൻസിനെയാണ്. സ്കിപ്പ് ചെയ്യുന്ന വീഡിയോയും അല്ലെ, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു. സെയിം കാര്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അവിടെ കണ്ടായിരുന്നു. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ആ വീഡിയോന്റെ ആ ഹുക്ക് എലമെന്റ് ഫസ്റ്റ് നോക്കുക. അവിടെ ആ ഹുക്ക് എലമെന്റ് ഉണ്ട്. ആ ഹുക്ക് എലമെന്റ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് ആൾക്കാർ നമുക്ക് അവിടെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. മൂന്ന് വീഡിയോസ് ഉണ്ട്. ഓക്കെ,
സോ അങ്ങനെ കുറച്ചുകൂടി വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോ ആഡ്സിന് ഹുക്ക് എലമെന്റ് ഒക്കെ വെച്ചിട്ട് നല്ലോണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു റീച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ട് അവർക്ക് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ലാൻഡിംഗ് പേജിൽ എത്താനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെ നമുക്ക് അവയർനെസ് ക്യാമ്പയിൻസ് അല്ലാണ്ട് ലീഡ്സ് ക്യാമ്പയിൻസും നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് ക്യാമ്പയിൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സെയിൽസിൽ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒബ്ജക്റ്റീവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബട്ടൺ നമ്മുടെ CTA ക്ലിക്ക് ചെയ്തിട്ട് ആളുകൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ വൺസ് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമ്പയിൻസ് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ള കാര്യം, അതായത് ഒന്നുകിൽ പ്രശ്നം പ്ലേസ്മെന്റുകൾക്കായിരിക്കും. സോ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേർ ആൻഡ് വെൻ ആഡ്സ് ആർ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ടാവും. അവിടെ ഈ ക്യാമ്പയിൻസിന്റെ അണ്ടറിലാണ് ഉണ്ടാവുക, ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സിന്റെ അകത്ത് അവിടെ വേർ വെൻ ആൻഡ് വേർ ആഡ്സ് ഷോ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിന്റെ അകത്ത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. സോ നമുക്ക് വേണ്ടാതെ ഏതെങ്കിലും പ്ലേസ്മെന്റിലോ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ നമ്മളത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് പിന്നെ വരുന്ന പ്രശ്നം, ഒന്നുകിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വീഡിയോന് ഹുക്ക് ഉണ്ടാവില്ല, ക്രിയേറ്റീവിന്റെ പ്രശ്നമായിരിക്കാം രണ്ടാമത് ഉണ്ടാവുന്നത്. പ്ലേസ്മെന്റ്സും അല്ല ടാർഗറ്റിംഗും അല്ല പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത വീഡിയോന് ഹുക്ക് ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കാം. ജസ്റ്റ് ഞാൻ പറയാം, ഒരു 5 സെക്കൻഡിൽ നിങ്ങൾക്ക് അവിടെ പിടിച്ചെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളവിടെ വിജയിച്ചു എന്നുള്ളതാണ്. സോ ഒന്ന് അതായിരിക്കാം. ആൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും. സോ ഇവിടെ ഫ്രീ ആയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ടൈറ്റിലിംഗ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിങ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. സോ ആ രീതിയിൽ നല്ലൊരു ഹുക്ക് എലമെന്റ് ഉണ്ടാവുന്ന ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷനും വീഡിയോ ക്രിയേറ്റീവ്സും ഒക്കെ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് അവയർനെസ് ബിൽഡ് ചെയ്യാനും ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടാവും. സോ മോസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും കൂടുതൽ സമയത്ത് നമുക്ക് ഈ ഡിസ്പ്ലേ ക്യാമ്പയിൻസും വീഡിയോ ക്യാമ്പയിൻസും ഒക്കെ അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ചില കേസിൽ ലീഡ്സും സെയിൽസും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ക്യാമ്പയിൻസ് യൂസ് ചെയ്യാറും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീഡിയോ ആഡ്സിന്റെ കേസ് പറയാനുള്ളത്. ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് ഡൗട്ട് വരാറുള്ളത്? സാർ ഇതില് സബ്സ്ക്രിപ്ഷനില് ഇപ്പൊ നമ്മള് ആഡ് റൺ ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ ഒരു സബ്സ്ക്രൈബ് വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പേയ്മെന്റ് പോകുന്നത്, അല്ലെങ്കിൽ വീഡിയോ CPM ഒന്നുകിൽ കോസ്റ്റ് പെർ വ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സബ്സ്ക്രിപ്ഷൻ ആയിരിക്കില്ല അല്ലെ? അല്ല. അതുപോലെ തന്നെ സ്കിപ്പബിൾ ആഡിന് നമ്മളുടെ ആഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളുടെ കയ്യിൽ പേയ്മെന്റ് പോകും, അല്ലെങ്കിൽ ഫുൾ ത്രൂ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്ത് അങ്ങനെയൊന്നുമില്ലല്ലോ? നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഇല്ല, അതല്ല നമ്മൾ പറഞ്ഞത്. എന്തായാലും സ്കിപ്പ് ചെയ്യാൻ തോന്നാത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഇത് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. അത്ര ഇംപ്രഷൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഫണ്ട് പോകുന്നുണ്ടാവും. ഓക്കെ. യെസ്, അതായിരുന്നു ആദ്യത്തെ ഡൗട്ട് എന്ന് തോന്നുന്നു. ഇനി വേറെ എന്തെങ്കിലും കഴിഞ്ഞ ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാട്ടോ. സാർ പിന്നെ ഞാനൊരു ഇങ്ങനെ ജസ്റ്റ് കുറെ ആഡുകളൊക്കെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം റിവ്യൂ സ്നിപ്പറ്റ് കണ്ടു നമ്മളുടെ ആഡിന്റെ അടിയിലായിട്ട്. അത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇഷ്ടമുള്ള റേറ്റിംഗ് വെച്ചിട്ട് 4.9 റേറ്റിംഗ് വെച്ചിട്ട് റിവ്യൂ സ്നിപ്പറ്റ് സെർച്ച് ആഡില് അങ്ങനെ ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു. അത് എസെറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. പ്ലേസസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞ എസെറ്റ് ഇടയ്ക്ക് വരാറുണ്ട്, എല്ലാ ആഡ് അക്കൗണ്ടിലും ഉണ്ടാവാറില്ല. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റ് വെച്ചിട്ട് നമുക്ക് GMBയിലെ റേറ്റിംഗ് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സെർച്ച് ആഡിൽ തന്നെ. ഇതില് എനിക്ക് തോന്നുന്നു മറ്റേ ഹോസ്റ്റിഞ്ചറിന്റെ ആഡോ അങ്ങനെ ഏതിന്റെയോ ഒരു ഇതിലാണ് വന്നത്, റിവ്യൂ ആയിട്ട് 4.9 റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. എപ്പോഴോ എങ്ങനെ എന്തോ ഒരു സെർച്ച് ചെയ്തപ്പോ അങ്ങനെ വന്ന റിവ്യൂ സ്നിപ്പറ്റ് ആണോ? അത് ഞാൻ പറഞ്ഞേ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ്, അതായത് നമ്മളെ ആഡ് എക്സ്റ്റൻഷൻ ഇല്ലേ, അങ്ങനെ ഒരു ആഡ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഏതോ എപ്പോഴോ ഞാനിങ്ങനെ കണ്ടത്. അപ്പൊ ഈ ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് GBPയിലെ പ്രൊഫൈലിന്റെ ആ ഒരു 5 സ്റ്റാർ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എല്ലാ ആഡ് അക്കൗണ്ടിലൊന്നും നമുക്ക് ഈ ഒരു പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുള്ള
അസറ്റ് അവൈലബിൾ അല്ല. ഓക്കെ, ആ പ്ലേസസ് എന്ന് പറഞ്ഞ അസറ്റ് ആണ് ആക്ച്വലി. ഓക്കെ, വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ കോൾ ഔട്ടും അതുപോലെ ഓരോ അസറ്റ് ഇല്ലേ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അസറ്റ്സിന് പകരം കോൾ എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റ്സ് ഉണ്ട്, അതിന് പകരം പ്ലേസസ് എന്ന് പറഞ്ഞ അസറ്റ് വരാറുണ്ട്. ആ അസറ്റ് യൂസ് ചെയ്തിട്ടാണ് അവരത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു ജസ്റ്റ് ഇത് നോക്കിയപ്പോ, അതായത് ആഡ് റൺ ചെയ്ത് നോക്കിയപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാതെ ലീഡ് ഫോമിലേക്ക് പോകുന്ന ഗൂഗിളിന്റെ തന്നെ ലീഡ് ഫോം ഇല്ലേ, അതിലേക്ക് പോകുന്ന വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടാമത് തവണ നോക്കിയപ്പം പിന്നെ അങ്ങനത്തെ ഒരു ഓപ്ഷനെ കാണുന്നില്ല. നമ്മളുടെ വെബ്സൈറ്റ് ഇല്ലാത്തവർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് ലീഡ് ഫോം ഓപ്പൺ ആയി വരുന്ന പോലെ ഗൂഗിളിന്റെ തന്നെ ഒരു ലീഡ് ഫോം അതിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ താങ്ക് യു പേജിലേക്ക് പോകുന്നു. ആ ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം, അങ്ങനെയല്ലേ? അല്ലല്ല, നമ്മളുടെ തന്നെ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ എല്ലാം കാണിക്കും. എന്നിട്ട് നമ്മളുടെ ഹെഡ്ലൈൻ കിട്ടുകയാണെങ്കിൽ നേരെ ഫേസ്ബുക്കിന്റെ ലീഡ് ഫോം ഓപ്പൺ ആയി വരുന്ന പോലെ തന്നെ ഗൂഗിളിന്റെ ലീഡ് ഫോം ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് പേര്, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ സബ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നേരെ ഇതാ നമ്മളുടെ ലീഡ് സബ്മിറ്റ് ആവും. ആ രീതിയിലുള്ള ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചു, പിന്നെ പറഞ്ഞല്ലേ ഞാൻ ആഡ് കാണിച്ചത് അതാണോ എന്നുള്ളത് നോക്കാം. ഡയറക്റ്റ് ലീഡ് ഫോം ഓപ്പൺ ആയി വരുന്നല്ലേ? ഡയറക്റ്റ് ലീഡ് ഫോം ഓപ്പൺ ആയി വരും. നമ്മളുടെ വെബ്സൈറ്റിന്റെ ലീഡ് ഫോം അല്ല, ഡയറക്റ്റ് എക്സ്റ്റൻഷൻ ആയിട്ടൊന്നല്ലല്ലോ. ലൈക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. ആണോ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിലേക്ക് വരാം. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. നമുക്ക് അതിലേക്ക് വരാമല്ലോ. ഓക്കെ, ഞാൻ ഒരു ആഡ് കാണിച്ചിട്ട് അതാണെന്നുള്ള കൺഫേം ആക്കിയിട്ട് നോക്കാം. അല്ലെങ്കിൽ ഒന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ, നീ കാണുകയാണെന്നുണ്ടെങ്കിൽ. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഞാൻ അയച്ചുതരാം ഗ്രൂപ്പ് ഷെയർ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കിയുള്ള ആൾക്കാര് മേ ബി ഡൗട്ട് ചോദിക്കാത്തത് എന്തൊക്കെയോ ഇവിടെ നടന്നുപോയി എന്താണെന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. ചില ആൾക്കാര് ഓക്കെ മനസ്സിലായി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും, ചെറിയ ഡൗട്ടുകളായിരിക്കും. മേ ബി ആൽവിൻ ചോദിക്കുന്ന ഡൗട്ടുകളായിരിക്കാം എല്ലാവർക്കും വന്നിട്ടുണ്ടാവുക. ഇനി ചില ആൾക്കാർക്ക് മേ ബി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുള്ളൂ. സോ അപ്പൊ ആൽവിൻ ചോദിക്കുന്ന പോലെ എല്ലാവർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ പഠിക്കുള്ളൂ. എന്തെങ്കിലും കിട്ടുന്നില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പൊ ചെയ്തു നോക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഏത് രീതിയിലുള്ള ഡൗട്ടുകളായാലും കുഴപ്പമൊന്നുമില്ല. ലാൻഡിംഗ് പേജിന്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുവിധം ലാൻഡിംഗ് പേജ് ഒക്കെ സെറ്റപ്പ് ആയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് ആഡ്സ് റൺ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് അതിനകത്തേക്ക് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു PPT നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് വെച്ചിട്ട് എന്തായാലും നമ്മളൊരു യൂട്യൂബിലേക്ക് ജസ്റ്റ് ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ചുമ്മാ ഒരു ഏതെങ്കിലും വീഡിയോ അൺലിസ്റ്റഡ് ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ ആഡ് പോകുന്നുണ്ടാവുള്ളൂ. ആൻഡ് അതേപോലെ തന്നെ അത് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. സോ എങ്ങനെയാണ് വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ PPT ആയിട്ട് ഷെയർ ചെയ്ത് തരും. ക്യാമ്പയിൻ ക്രിയേഷൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്യാം, PPT ഞാൻ ഷെയർ ചെയ്ത് തരും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഓൾറെഡി സെർച്ച് ആഡൊക്കെ ഒരുപാട് പേര് റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡിസ്പ്ലേ ആഡ് റൺ ചെയ്യണം, വീഡിയോ ആഡ്സ് റൺ ചെയ്യണം. സോ ഇനി നമുക്ക് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിലേക്കാണ് പോകാനുള്ളത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ദിവസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് പോവാം. ഇന്ന് ഈ ഒരു
വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഇന്നോ നാളെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ക്ലാസ് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നാളെ ഇത് അല്ലെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഓക്കെ, സോ ആരും ഷെയർ ചെയ്തിട്ടുണ്ടോ? അത് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. സോ സാർ ഒറ്റ ഇതും കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞു. അതായത് ഇപ്പൊ എന്റെ കേസിൽ തീരെ കോമ്പറ്റീഷനിൽ ആരും ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നില്ല. അപ്പൊ ഞാനിപ്പം ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുകയാണെങ്കിൽ മിനിമം ബിഡിങ് എത്രയാ വെക്കേണ്ടത്? ആരും കോമ്പറ്റീഷനും ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ മാത്രം ഉണ്ടാവും. അപ്പൊ എത്ര വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബിഡ് ചെയ്യുന്ന സമയത്ത് ഈ ബിഡിങ് ഇപ്പം നമ്മളൊരു സാധനത്തിന് വില പറയുമ്പം ആ ഒരു സാധനത്തിന്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ലേലം വിളിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഗൂഗിള് ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു കീവേഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെ ടോപ്പ് ഓഫ് പേജ് റേറ്റിൽ കാണിക്കാനും അതേപോലെ തന്നെ അതിനെ അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷനിൽ കാണിക്കണം എന്നുണ്ടെങ്കിലും ഗൂഗിൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. ഇപ്പം CPCന്റെ കേസ് പറയുകയാണെങ്കിൽ അതൊരു 30 ആണ്. കോസ്റ്റ് പെർ ക്ലിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 30 എങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ആ ഒരു എമൗണ്ടിന് ബിലോ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ടിന് ബിലോ ആയിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് ഗൂഗിൾ എവിടെ കാണിക്കാൻ സാധ്യതയില്ല? ടോപ്പ് ഓഫ് പേജ് റേറ്റ്, അതായത് ആദ്യ ടോപ്പ് 4 പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും കാണിക്കാൻ സാധ്യതയില്ല. അത് ഇനി കോമ്പറ്റീഷൻ ഇല്ലെങ്കിലും നമ്മളെ ടോപ്പിൽ പൊസിഷനിൽ കാണിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ഒരു മിനിമം ഒരു 130 അല്ലെങ്കിൽ 150 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൺവേർഷൻ അനുസരിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, സോ യെസ്, അപ്പം ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. യെസ്, ഓക്കെ. സോ നമ്മള് ബാക്കി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുള്ള രീതിയാണ്. ആൽവിൻ മാത്രമേ പറയുന്നുള്ളൂ, ഇവിടെ ഇല്ലാരും. ഡൗട്ട്സ് കൂടുതൽ പറയുന്ന ആള് ഫസ്റ്റ് സെഷനിൽ ഉണ്ടായിരുന്നു, പിന്നെ പോയല്ലേ മറ്റേ 5. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. പക്ഷെ എന്തായാലും ഏകദേശം വീഡിയോ ക്യാമ്പയിൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു തംസ് അപ്പ് ഇട്ടെ. വീഡിയോ ക്യാമ്പയിൻസ്, സഫ്രീൻ യെസ്, ആൽവിൻ യെസ്, അമൽ, ആദിത്യ, ഓക്കെ, തസ്നി യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, യാ ഫൈൻ ഫൈൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഷു ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം ആൽവിൻ, നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു ഗൈസ്. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ. Bye. ഗുഡ് നൈറ്റ് സർ. Yes, thank you.